പ്രപഞ്ചം ഭൂമിക്ക് ചൂട് പിടിക്കുന്നു, ഭൂമി പനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ച് വരാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ട്രംപ് എന്താ പറഞ്ഞത്? ക്ലൈമറ്റ് ചേഞ്ചുകാർ കുറേ നുണ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ഇനി അമേരിക്കയുടെ 5 പൈസ ക്ലൈമറ്റ് ചേഞ്ചുകാർക്ക് കൊടുക്കരുത്. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ട്രംപിൻ്റെ ആദ്യ സ്റ്റേറ്റ്മെൻ്റ് അതാണ്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കണം. ലക്ഷക്കണക്കിന് കോടി രൂപ, 23% പണം അമേരിക്കയുടേതാണ്. ഇവരിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ വേഷം കെട്ടിക്കൊണ്ട് ഇനി അമേരിക്കയിൽ നിന്ന് 5 പൈസ കിട്ടത്തില്ലെന്ന് പറയും. പക്ഷേ ഞാനത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയതിൻ്റെ കാരണം, ഈ ക്ലൈമറ്റിൻ്റെ അകത്ത് ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഈ പറയണ പോലെയുള്ള ആൾക്കാരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. പേടിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രങ്ങളും ബുദ്ധിയും ബോധമുള്ളവർ അതിൻ്റെ നടപടി ചെയ്യണം. ആൾക്കാരെ എന്തിനാ പേടിപ്പിക്കണം? അപ്പോൾ അത് കറക്റ്റാണ് ആ പോയിൻ്റ്. പക്ഷേ ഇത് ശാസ്ത്രത്തിൻ്റെ കയ്യിൽ നിൽക്കുക, ഈ സംഭവം നിൽക്കത്തില്ല. ഇത് ഏൽപ്പിച്ചൊരാളുണ്ട്. ആ ആളിന് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയെ സഭ സമർപ്പിക്കണം. അത് നിങ്ങളുടെ കുടുംബം തൊട്ടും മക്കളെ തൊട്ടും. ഇപ്പം നിങ്ങളുടെ മക്കളെ കഞ്ചാവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ പോലീസ് പിടിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്കിടെ കള്ളക്കേസ് കൊടുത്തു. എന്താണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്? ആരെയാണ്? മറിയത്തിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാ നിൻ്റെ മകൻ. അതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഭർത്താവ് വേറെ സ്ത്രീകളോട് പെരുമാറുന്നതായിട്ടൊക്കെ തോന്നി, ഇപ്പം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. ഏൽപ്പിക്കേണ്ടത് ആരെയും? ഇതാ നിൻ്റെ മകൻ. മറിയത്തെയാണ് ഏൽപ്പിക്കേണ്ടത്. ഈ മറിയത്തെ ഏൽപ്പിക്കുമ്പോൾ നാക്ക് കൊണ്ട് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, ദൈവം ഏക്കത്തില്ല. ഇപ്പം നിങ്ങൾ പറയും പ്രത്യക്ഷ പ്രാർത്ഥനയല്ലേ ഉള്ളു ഇതിൻ്റെ അകത്ത്, അത് ഇത്രയല്ലേ ഉള്ളു, എന്നാൽ അതുകൊണ്ട് 100 ചെല്ലാമെന്ന് പറയുന്നു. ചെടുത്തി പട കാര്യം ഭയങ്കര കട്ടാടേ. മൂടമ്പഴി എടുത്തിട്ട് തലകീഴായി വെച്ചിരിക്കും. എന്താ കാര്യം? പ്രത്യക്ഷീകരണം വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന വേണമെങ്കിൽ 100 പ്രാവശ്യം ചെല്ലും, ഒരു കുഴപ്പമില്ല. കാര്യം പ്രാർത്ഥന ഇത്തിയല്ലേ ഉള്ളൂ. അവർക്ക് പ്രാർത്ഥനയാണ് വേണ്ടത്. എൻ്റെ മക്കളെ, ഇത് വിശ്വാസത്തിൻ്റെ 10% പ്രെയർ എന്ന് പറയണത്. 20% പോലും അല്ല, പ്രെയർ 10%. ബാക്കി 90% വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയണത് വേറെ കാര്യങ്ങളാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൽ അത് 10% പ്രാർത്ഥനയും ബാക്കി ഉള്ളതെല്ലാം ഒന്ന് പ്രഖ്യാപനമാണ്. ശരിക്കും പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയും, ലിവിങ് ബ്രെഡിലും പറയും, ഇവിടെയും പറയും. കാര്യം ഈ ജനം എല്ലാം പുതിയ ആൾക്കാരാണല്ലോ കൃപാസനത്തിൽ വരണത്. അപ്പോൾ പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ ബോറടിക്കും. അച്ഛൻ ഇത് എപ്പോഴും അച്ഛൻ ഇത് തന്നെ അറിയാൻ പാടുള്ളൂ. അങ്ങനെയല്ല, പുതിയ അണ്ണന്മാർ വന്നിരിക്കുകയല്ലേ. കാര്യം ഈ ആഴ്ച തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്നത് പുതിയ ആൾക്കാരാണ്ട് 3000 മറ്റുമുണ്ട് ഈ മഴക്കാലത്ത് പോലും. ഇതെല്ലാം പുതിയ ആൾക്കാരാണ്. ഇവർക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും, ആദ്യം പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാര്യം? ഇത് പഠിക്കേണ്ട ആൾക്കാർ പഠിക്കാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, പ്രത്യേകിച്ച് പ്രാർത്ഥന 100 പ്രാവശ്യം ചെല്ലാന്ന് പറഞ്ഞത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് 1 പ്രാവശ്യം ചെല്ലാനേ പറഞ്ഞിട്ടുള്ളൂ. ചിലർ അത് 33 ആക്കും. വേറെ അങ്ങോട്ടൊന്ന് കിട്ടി 33 അത് എടുത്ത് കൊണ്ടുവന്ന് എവിടുന്നാണെങ്കിൽ കർത്താവിൻ്റെ വയസ്സ് 33 അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടത്. നിങ്ങളിനിയിപ്പോൾ ആദത്തിൻ്റെ വയസ്സ് 120, ഇനി 120 ചെല്ലിക്കും. വയസ്സ് വെച്ച് ചെല്ലണമാണ് ഇതൊക്കെ. 2 വികടന്മാർ ഇറക്കി വിട്ട സാധനമാണിത്. ആ സാധനം എടുത്ത് ഇതിൻ്റെ അകത്ത് കയറ്റും. ഇതിൻ്റെ അകത്തൊന്നും ഇതുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട പ്രത്യക്ഷ പ്രാർത്ഥന ഒറ്റ പ്രാവശ്യം ചോവർ ചെല്ലുമ്പോൾ വെടിപ്പായിട്ട് ചെല്ലണം. ദൈവത്തിന് തോന്നണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ദൈവനാമേ നന്ദി ദൈവനാമേ മഹത്വം ദൈവനാമേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ.
ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ. ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാണെന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാണെന്നെ ഉണർത്തണമേ. ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ. ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന കർത്താവേ നന്ദി. കർത്താവേ മഹത്വം. കർത്താവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഭവനമാകും ജെറുസലേമിൽ ഉണരും ആത്മാവുണരും. സഭയാകും ജെറുസലേമിൽ ഉണരും ആത്മാവുണരും. ഭവനമാകും ജെറുസലേമിൽ ഉണരും ആത്മാവുണരും. സഭയാകും ജെറുസലേമിൽ ഉണരും ആത്മാവുണരും. ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ കൈകൾ ഉയർത്തി. ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാണെന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാണെന്നെ ഉണർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാഷാവരത്തോടെ ക്രൂശിക്കപ്പെട്ട ദൈവമേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ഉദ്ധിതനായ ദൈവമേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവിലാവിൽ മുറിവേറ്റ ദൈവമേ, കിരീടം ചൂടിയ ദൈവമേ, എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന
എല്ലാ വിശുദ്ധ രക്തസാക്ഷികളുടെ കൂടെ ആരാധിക്കുന്നു. എല്ലാ മാലാഖമാരുടെ കൂടെ ആരാധിക്കുന്നു. എൻ്റെ പേര് നീത, ഇതെൻ്റെ ഹസ്ബൻഡ് ജനേഷ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ രണ്ടാമതും നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ ജോലി മേഖലയിൽ എനിക്കുണ്ടായിരുന്ന ഒരു പ്രതിസന്ധിയും അത് എനിക്ക് തരണം ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാ വർഷവും പെർഫോമൻസ് അപ്രൈസൽ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പുതിയതായി വന്ന മാനേജർ എനിക്ക് വളരെ ലോ റേറ്റിംഗ് തന്നു. അത് ആ ലോ റേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ പ്രൊമോഷൻ, പിന്നെ നമുക്ക് കിട്ടാനുള്ള ഇൻക്രിമെൻറ്റ്, വേറെ പുതിയ പ്രോജക്റ്റ്, ഇതിനെല്ലാം ഇമ്പാക്റ്റ് ചെയ്യും. ഞാൻ ആക്ച്വലി 5 years സെയിം പ്രോജക്റ്റിലായിരുന്നു. ഞാൻ എൻ്റെ ക്ലയൻറ്റൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ ആ ഏരിയ ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിംഗ് എനിക്ക് വളരെയധികം ഡിഫിക്കൽട്ട് ഉണ്ടായി അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് മാനേജറിനും സൂപ്പർ മാനേജേഴ്സിനൊക്കെ ഞാൻ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത് മൂലം ഞാൻ മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്തു. ആ എല്ലാ മീറ്റിങ്ങിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടായിരുന്നു. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആ ഇൻ്റർവ്യൂ എനിക്ക് ഓരോ കോൾസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു റേറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ എനിക്ക് തന്നത് വിത്തിൻ 2 months അത് റിലീസ് ചെയ്തു. അതിൽ നിന്നും എനിക്ക് ഒരു പിന്നെ ആ പ്രോജക്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു. അത് ആ പ്രതിസന്ധി തരണം ചെയ്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഓർത്തു. ചിലപ്പോൾ ഞാൻ ഓർക്കും എന്തുകൊണ്ടാണ് എനിക്ക് അധികം കരച്ചിൽ വരാത്തത്. അപ്പം ഞാൻ ഓർക്കും എൻ്റെ മാതാവിൻ്റെ ഒരു സംരക്ഷണമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ ഒരു പുതിയൊരു ഏരിയയിലേക്ക് പ്രോജക്റ്റ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്കത് സാധിക്കുമായിരുന്നില്ല. ഞാനൊരു പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിലും അവർ ഇൻ്റർവ്യൂവിൽ തന്നെ ചോദിച്ചു സെയിം ഏരിയ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ, എന്തിനാണ് പുതിയൊരു ഏരിയയിലേക്ക് വരുന്നത്. അങ്ങനെ ഞാനൊരു വിഷമസന്ധിയിൽ ഇരുന്നപ്പോൾ ഞാൻ May 5th ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്തിരുന്നു. അത് എൻ്റെ ഒരു നിയോഗമായിരുന്നു. എൻ്റെ ഈ ഒരു ഏരിയ പുതിയൊരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ പുതിയൊരു ഏരിയയിൽ എനിക്കൊരു പുതിയൊരു പ്രോജക്റ്റ് കിട്ടണമെന്നുള്ളത്. May 6th റിട്രീറ്റിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആരാധനമധ്യേ പറയുകയുണ്ടായി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഡിസംബറിനപ്പുറം പോവുകയില്ല എന്ന്. ഞാനത് ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് December 2nd ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൽ വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ച് വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഞാൻ ഉപയോഗിച്ചിരുന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ സാധിച്ചു. എനിക്ക് പുതിയ പ്രോജക്റ്റായി. നാളെ എനിക്ക് പ്രോജക്റ്റ് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അപ്പം ഞാൻ മാതാവിന് കൊടുത്തൊരു വാക്കായിരുന്നു, പ്രോജക്റ്റ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന്. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, എൻ്റെ ഉടമ്പടി വഴി എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ചൊരു അനുഗ്രഹമാണ്. ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നത് IT മേഖലയിലാണ്. ഒരു US based കമ്പനിയിലാണ്. അവരുടെ കമ്പനി വേറൊരു കമ്പനി ഏറ്റെടുത്തു. അതിൻ്റെ പാർട്ടായിട്ട് പഴയ കമ്പനിയുടെ ഒരു ഷെയർ എമൗണ്ട് അവർ ക്യാഷായിട്ട് ഇഷ്യൂ ഉണ്ടായി. പക്ഷേ എംപ്ലോയീസിന് കിട്ടുന്ന ഷെയറിൻ്റെ ഒരു ഭാഗം US ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. ആക്ച്വലി നമ്മൾ ഇന്ത്യയിലാണ് ആ ടാക്സ് എമൗണ്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ US പേ ചെയ്തു, ഇന്ത്യയിലും പേ ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു ഉത്തരവാദിത്വം ഉള്ളത് US നമ്മൾ പേ ചെയ്ത എമൗണ്ട് നമ്മളത് റീഫണ്ട് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം റീഫണ്ട് ക്ലെയിമിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അത് നമ്മൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റെ കോൺടാക്റ്റ് ചെയ്തു. അവർ അപ്രൂവ് ചെയ്തു. അവർ ചെക്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. പക്ഷേ നമുക്ക് ആ ടൈമായിട്ട് നമുക്ക് ആ ചെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ നമ്മൾ ആ US ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്തു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും ആദ്യം ഇഷ്യൂ ചെയ്ത ചെക്ക് ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു ചെക്ക് ഇഷ്യൂ ചെയ്യുകയുണ്ടായി. എന്നാൽ അത് നമ്മൾക്ക് അവരയച്ചെങ്കിലും ഇത് ആക്ച്വലി നോർമൽ പോസ്റ്റൽ വഴിയാണ് അവർ അയക്കുന്നത്. അവരവിടെ നിന്ന് അയച്ചെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഇതൊരു നിയോഗമായിട്ട് എങ്ങനെ അത് നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ അത് മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്കൊരു പുതിയൊരു ആശയം ലഭിച്ചു. എന്നാൽ US റിലേറ്റീവ്സിൻ്റെ അഡ്രസ്സ് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു റിലേറ്റീവ്സിൻ്റെ അഡ്രസ്സ് കിട്ടുകയും അത് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കോൺടാക്ട് ചെയ്ത് അവർ അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് അവർ ചെക്ക് ഇഷ്യൂ ചെയ്തു. അത് വിത്തിൻ നമുക്ക് ആ എമൗണ്ട് ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ നാലാമതായി എൻ്റെ ഒരു നിയോഗമായിരുന്നു. എൻ്റെ ഫാമിലി കുറച്ചും കൂടെ എൻ്റെ കൂടെ ഇരുന്ന് കൂടുതൽ നിയോഗ പ്രാർത്ഥനയിലേക്ക് ചേരണമെന്നും അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ ഉടമ്പടിയിലാണ്. ലാസ്റ്റ് ജവമാല റാലിക്ക് തലേ ദിവസം വന്ന് എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. ഉടമ്പടി വസ്തുക്കൾ വഴി വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനൊരു നെക്കിൻ്റെ സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു. ഉടമ്പടി ഞങ്ങൾ എന്നും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷവും ഈവനിങ് പ്രാർത്ഥനയ്ക്ക് ശേഷവും വിശുദ്ധ വസ്തുക്കൾ ഡെയിലി ഉപയോഗിക്കും. അത് മുഖേന ആ പെയിനിൽ നിന്നും സൗഖ്യം ലഭിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ടെന്നീസ് കളിക്കുന്ന ഇടയിൽ നല്ലൊരു വീഴ്ചയുണ്ടായി. കൂടെ നിന്നവർ തന്നെ അത് പേടിച്ചു പോയി. പക്ഷേ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. തലയിൽ ഒരു ചെറിയൊരു മുഴ മാത്രമേ ഉണ്ടായുള്ളൂ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികളുടെ ഭാഗമായിട്ട് ഞങ്ങൾ സ്ട്രീറ്റ് എല്ലാ വീക്കും ഒരു 10 പാക്കറ്റ്സ് ഓഫ് 10 അതിൽ കൂടുതൽ ഫുഡ് പാക്കറ്റ്സ്, ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ആരെങ്കിലും വൃദ്ധരായ ആൾക്കാർ സ്ട്രീറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കർണാടക ഗവൺമെൻറ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്ത് അവരെ ഞങ്ങൾ മാക്സിമം അവിടെ സെൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന വഴി ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൺലി ഫുഡ് മാത്രമല്ല, മെഡിക്കൽ അറ്റൻഷനും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയും അതുവഴിയായി. പിന്നെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ്, പിന്നെ പാവപ്പെട്ടവരായി അവരെല്ലാം കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ട അവരോട് കോൺടാക്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ ഗ്രോസറീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ മെഡിക്കൽ ആർക്കെങ്കിലും വയ്യാതെ അവശരായവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട്, മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കാറുണ്ട്, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഈ ഉടമ്പടിയിൽ വന്നത് മുഖേന ആത്മീയമായിട്ട് വളരെയധികം ഉയരാൻ സാധിച്ചു. ദിവസവും നമ്മുടെ ഫാമിലി പ്രേയർ ഞങ്ങൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം മുടക്കിയിട്ടില്ല. യാത്രയിലാണെങ്കിലും ഞങ്ങൾ ഫാമിലി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. പിന്നെ പേഴ്സണൽ പ്രേയേഴ്സ് അത് മുടക്കം കൂടാതെ നടക്കുന്നു. ഡെയിലി ബൈബിൾ വായിക്കാൻ സാധിക്കുന്നു. ഈ ഉടമ്പടിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ ഡെയിലി മുടക്കം കൂടാതെ ബൈബിൾ വായിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ന്യൂസ് ലെറ്റർ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൊടുത്തു തീർക്കാറുണ്ട്. എൻ്റെ കയ്യിലെ പേപ്പർ എപ്പോൾ തീരുന്നുവോ ഞങ്ങൾ ബാംഗ്ലൂരാണ്, ബാംഗ്ലൂർ ഞാൻ കൊറിയർ വഴി വരുത്തി ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ചിലക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം ഈശോയെ പ്രതി ഞങ്ങൾ സഹിച്ച് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അഡീഷണലായിട്ട് പേപ്പറിൻ്റെ കൂടെ ഞാൻ മാതാവിൻ്റെ പ്രെയർ കാർഡ് പ്രിൻ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാതാവിൻ്റെ പടവും ബാക്കി പ്രഭാത പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രിൻ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. 5 ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ അത് പ്രിൻ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ മാതാവിൻ്റെ മെഡലിൻ്റെ റോസറി ഉണ്ടാക്കി അത് ഞാൻ കൊടുക്കുന്നു. പിന്നെ ആവശ്യമുള്ളവർക്ക് വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും മെഡലും ഒക്കെ കൊടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ഈശ്വരൻ ആദ്യമേ തന്നെ ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ അമ്മ മാതാവിനും
തിരുകുമാരനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിനെ പറ്റി അറിയുന്നത് 2018 എൻ്റെ പേര് ഫ്ലെമിംഗ്. ഞാൻ വരുന്നത് ചാലക്കുടിയിൽ നിന്നാണ്. ഞാനിപ്പോൾ എൻജിനീയറിംഗ് പഠിക്കുന്നു മംഗലാപുരത്ത്. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അപ്പനാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് അറിയുന്നത് 2018 അന്ന് അമ്മ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതും അവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് തൊട്ട് വീട്ടിൽ ഉടമ്പടി പ്രാർത്ഥനയും തിരി കത്തിച്ച് പ്രാർത്ഥിക്കലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കലും അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ മാതാവിനെ പറ്റി അറിയുന്നതും പ്രാർത്ഥിക്കുന്നതും. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം 2024 ഫെബ്രുവരി 3 അപ്പനൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും മാൾട്ടയിൽ വെച്ചാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അന്നേ ദിവസം അപ്പൻ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാവുകയും മരിക്കുമെന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. ഡോക്ടേഴ്സിനാവുന്ന വിധം എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ന്യൂസാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. കൊടുക്കുന്ന മരുന്നുകളും ഒന്നും ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ ഒരു മിറാക്കിൾ നടക്കണം എന്നാണ് നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നേ ദിവസം രാത്രിയായപ്പോൾ നമ്മളെ വീഡിയോ കോളിൽ വിളിക്കുകയും രോഗിലേപനം കൊടുക്കുകയും അന്ത്യകുദാശ കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, മാതാവേ അപ്പനെ തിരിച്ചു തരാണെങ്കിൽ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഒരു ഉടമ്പടി എടുത്തോളാം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആരോടും പറയുകയോ ഒന്നും ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ എനിക്കങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നി. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്കൊരു ന്യൂസ് കിട്ടിയായിരുന്നു. അതായത് അപ്പം കോമന്ന് N2 ബോഡിയൊക്കെ മെഡിസിൻസിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് റിക്കവറീസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പിന്നീട് പെട്ടെന്ന് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും റിക്കവറായി നാട്ടിലെത്തുകയും പ്രോപ്പറായിട്ട് നടന്നു വന്നിട്ടാണ് അവിടുന്ന് വന്നത്. എൻ്റെ പേര് ഡിൻസി. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് 3 മാസത്തോളം അവിടെ ഹോസ്പിറ്റൽ അഡ്മിഷനായിരുന്നു. പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോൻ്റെ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആളുടെ കണ്ണ് പോലും ഡെഡായി എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്ന് കണ്ണൊക്കെ പെട്ടെന്ന് അനക്കി, കൈയും കാലും അനക്കി. ഉടനെ തന്നെ ആൾ സംസാരിച്ചു. ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ചു. വീഡിയോ കോളിൽ ഞങ്ങളായിട്ട് സംസാരിച്ചു. എൻ്റെ പേരും പുള്ളിക്കാരൻ്റെ പെങ്ങളുടെ പേരും ഒക്കെ പറഞ്ഞു. ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ മനസ്സിലായി. പിന്നെ ഇങ്ങോട്ടുള്ള ആളുടെ ഇതുകളൊക്കെ പെട്ടെന്ന് റിക്കവറി ആയിരുന്നു. അതിനുശേഷം നാട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു കൈക്കും ഒരു കാലിനും ചെറിയൊരു ഇതുണ്ടായിരുന്നു, നടക്കുന്നൊന്നുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ നാട്ടിൽ വരുന്നതിന് മുമ്പ് ആൾക്ക് നടക്കാൻ സാധിക്കണേ എന്ന്. ആൾ 2024 മെയ് 28 നാട്ടിൽ വന്നപ്പോഴേക്കും ആൾ നടന്നു തുടങ്ങിയായിരുന്നു. പരിശുദ്ധമ്മയുടെ അനുഗ്രഹം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നീട് ആളിലുള്ള എല്ലാ റിക്കവറികളും പെട്ടെന്നായതും നാട്ടിൽ വന്ന് ആർട്ടിഫിഷ്യൽ സ്കള്ളാണ് ആൾക്ക് വെച്ചേക്കുന്നത്. ആ സർജറിക്കുള്ള സമയത്തായാലും ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും ഫുൾ ഇതായിട്ട് ആൾക്ക് കിട്ടത്തില്ല, എല്ലാ ഓർമ്മയ്ക്കോ കണ്ണിന് കാഴ്ചക്കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള സർജറികൾ നടത്തുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ഓർമ്മക്കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. ആ സർജറി സ്കള്ള് വെച്ചു. 2024 ജൂലൈയിൽ ആൾക്ക് സ്കള്ള് വെച്ചു. കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ സർജറി സക്സസ് ആയി. എല്ലാ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആൾ ഫുൾ ഓക്കെ ആയിരുന്നു. അതിനുശേഷം ഫെബ്രുവരിയിൽ ഒക്ടോബറിൽ ഡിസ്കിൻ്റെ സർജറികൾ ചെയ്തായിരുന്നു. ആദ്യം ഹീഗോൾ സർജറി ചെയ്തു. 2025 ഫെബ്രുവരിയിൽ വീണ്ടും ഓപ്പൺ സർജറി ചെയ്തായിരുന്നു. എല്ലാ സർജറികളും സക്സസ് ആവുകയും അതിനുശേഷം ആൾക്കുണ്ടായിരുന്ന പെയിനുകളെല്ലാം ഒക്കെ ആൾക്ക് എന്ത് പെയിൻ വരുമ്പോഴായാലും ഞാൻ നെറ്റത്ത് കുരിശ് വരച്ച് വിശുദ്ധ തൈലം പൂശി, ഇവിടുത്തെ കൊണ്ടുവന്ന് വന്ന മാതാവിൻ്റെ തൈലം പൂശി ആൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എപ്പോൾ നോക്കിയാലും ആൾ നാട്ടിൽ വന്നതിന് ശേഷം എപ്പോഴും ആളുടെ കയ്യിലൊരു കൊന്തയുണ്ടാവും.
എപ്പോഴും കൊന്ത ചെല്ലും. അപ്പം ഞാൻ ചില സമയത്ത് ആളോട് പറയും, എപ്പോഴും ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കും. ചില സമയത്ത് എനിക്ക് ആൾക്കാർ കാണുമ്പോൾ ഒരു വിഷമം തോന്നും, ആളിങ്ങനെ കൊന്ത ചെല്ലുന്നു. പക്ഷേ എപ്പോഴും ആളുടെ കയ്യിൽ ഒരു കൊന്ത സ്ഥിരം ഉണ്ടാവും. ഈ എവിടെ പോകുമ്പോഴും കൊന്ത കയ്യിലുണ്ടാവും. ആൾ ഏത് നേരം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ആൾ ഡ്രൈവൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെല്ലാവരും ഫാമിലിയോടുകൂടെ വരാൻ ചാൻസ് ഞങ്ങൾക്ക് സാധിക്കണമെന്ന്. ഞാനും എൻ്റെ 2 മക്കളും ഹസ്ബൻഡും കൂടിയാണ് ഇന്നിവിടെ ഇവിടെ കൃപാസനത്തിൽ വരാൻ സാധിച്ചത്. അതുകൂടാതെ ആൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പോൾ ആൾ ജീപ്പും ബൈക്കും എല്ലാം വണ്ടി ഓടിക്കും, കാറും എല്ലാം ഓടിക്കും. ആൾക്ക് ഫുൾ ആരോഗ്യം തന്ന് ഞങ്ങളെ സഹായിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ വൈഫ് പറഞ്ഞിരുന്നു. എന്നാലും 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഞാൻ ഒരിക്കൽ പോലും ഇന്ത്യ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച ആളല്ല. എൻ്റെ ഈ തലയുടെ ഈ പകുതി എൻ്റെ അല്ല. അതുപോലെ തന്നെ ഈ ഡിസ്കിൻ്റെ ഇവിടെ 2 വലിയ സർജറികൾ കഴിഞ്ഞതാണ്. അപ്പോൾ ഏകദേശം മരണത്തോട് അടുത്ത് നിന്ന ആളാണ്. അതിനുശേഷം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയ ആളെന്ന നിലയിൽ വേണം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അതിന് മാത്രം വേദനയിൽ കൂടെ ഞാൻ പോയേ. രോഗിലേപനെല്ലാം സ്വീകരിച്ചു. എല്ലാ കാര്യങ്ങളും ആ അവസ്ഥയിൽ നിന്ന് എന്നെ മാതാവിൻ്റെ മധ്യസ്ഥ കൊണ്ട് മാത്രമാണ് നിങ്ങളെനിക്ക് കാണാൻ പറ്റിയതും ഇവിടെ വരാനുള്ളതും. ഇനിയൊരു എത്ര മാതാവിന് നന്ദി പറഞ്ഞാലും തീരില്ല. ഞാൻ പ്രേക്ഷിതപ്പെടുത്താനായിട്ട് ഇവിടുത്തെ കിട്ടുന്ന ന്യൂസ് ലെറ്റേഴ്സ് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ എന്നാലാവിധം വിധം ഞാൻ എല്ലാവരും സഹായിക്കും. ഉള്ള പൈസ വെച്ചിട്ടായാലും കാണുന്നവർക്കായാലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിലും കുടുംബത്തോടു കൂടി വരാൻ പറ്റിയതിലും മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി.